ജയമാഷ് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് മറുപടി. കാക്കക്കാലിന്റെ പോലും തണലില്ലാത്ത രക്തഗന്ധം വമിക്കുന്ന ശ്മശാന ഭൂമിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നുള്ളത് മാത്രമാണ്. വികസന പ്രവർത്തനങ്ങൾ ഷാഫി പാലക്കാടൻ ചർച്ച. പാലക്കാടിൽ ഇന്ന് കൊട്ടിക്കലാശം കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇനി ഒരു ദിവസം കൂടിയുള്ളൂ നിശബ്ദ പ്രചരണം. അതിനുശേഷം ഇലക്ഷൻ പോളിംഗ് ബൂത്തിലേക്കാണ് എല്ലാവരും പോകുന്നത്. അപ്പോഴും കടുത്ത ചർച്ചയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം കണ്ട ഒരു ചർച്ചയിൽ എബിൻ വർക്കി BJPയുടെയും CPMന്റെയും വക്താക്കളെ ഇരുത്തി വാർത്തെടുത്തെന്ന് വേണമെങ്കിൽ പറയാം. ആ വീഡിയോ നമ്മൾ ഇവിടെ വെക്കുന്നുണ്ട്. ആ വീഡിയോ കാണുന്നതിന് മുമ്പ് ഞാൻ അതിന്റെ ചുരുക്കം പറയാം, കുറച്ച് കാര്യങ്ങൾ ചുരുക്കത്തിൽ പറയാം. ഷാഫി പറമ്പിൽ പാലക്കാട് നടത്തിയ വികസന പ്രവർത്തനങ്ങൾ ഓരോന്നും എണ്ണി പറഞ്ഞ് അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട് എബിൻ വർക്കി. കൊടകര കുഴൽപ്പണ കേസ്, അതിനെപ്പറ്റിയും ഈ ഡിബേറ്റിൽ ചർച്ച വരുന്നുണ്ട്. അതിനുള്ള മറുപടിയും എബിൻ വർക്കി കൊടുക്കുന്നുണ്ട്. ഏറ്റവും കോലാഹലം ഉണ്ടാക്കിയ ഒരു സംഭവമായിരുന്നു രാഹുൽ മാങ്കൂട്ടത്തിൽ ഒരു ബ്ലൂ ട്രോളിയുമായിട്ട് പോയത്. അതിനെക്കുറിച്ചും ഈ ചർച്ചയിൽ പ്രതിപാദിക്കുന്നുണ്ട്. അതുപോലെ തന്നെ സർക്കാർ വയനാട്, നമുക്കെല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, വയനാട് മണ്ണിടിച്ചിലിൽ മരിച്ചുപോയവരെ അടക്കം ചെയ്തതിന്, ഒരാളെ അടക്കം ചെയ്യുന്നതിന് 75,000 രൂപ വരെ ഈടാക്കി എന്നാണ് അവർ റിപ്പോർട്ടിൽ പറയുന്നത്. 75,000 മുതൽ 1.5 ലക്ഷം വരെ. അതിനെക്കുറിച്ചും എബിൻ വർക്കി പരാമർശിക്കുന്നുണ്ട്. ചുരുക്കം പറഞ്ഞാൽ എബിൻ വർക്കി എല്ലാത്തിനും കൃത്യമായ ഉത്തരം കൊടുക്കുകയും BJP CPM കൂട്ടുകെട്ട് വരെ ഈ ചർച്ചയിൽ പൊളിക്കുന്നുണ്ട്. ഈ ചർച്ച കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒരിക്കലും ഒരു നഷ്ടം ഉണ്ടാവില്ല. അബിൻ വർക്കിയുടെ വാക്ചാതുര്യത്തിന് മുന്നിൽ തെളിവ് സഹിതം നിർത്തി അബിൻ വർക്കി പറയുമ്പോൾ CPM BJP പ്രതിനിധികൾ ഒന്നും മിണ്ടാതെ, അല്ലെങ്കിൽ അതിനെ ഖണ്ഡിക്കാൻ വേണ്ടിയിട്ട് ബഹളം വെക്കുക എന്നുള്ളതല്ലാതെ വേറെ ഒന്നും ഇവിടെ നടന്നില്ല. അബിൻ പറയേണ്ട കാര്യങ്ങൾ വ്യക്തമായി കൃത്യമായി പാലക്കാടൻ ജനതയ്ക്ക് പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. എന്തായാലും നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. തീർച്ചയായിട്ടും ഒരു കാര്യത്തിൽ ക്ലാരിറ്റി വരുത്താലോ. അപ്പൊ ഈ കഴിഞ്ഞ ഒരു മാസം മുമ്പ് വരെ BJPയുടെ വക്താവ് എന്ന നിലയ്ക്ക് ചാനലിൽ വന്നുകൊണ്ടിരുന്ന സന്ദീപ് വാര്യർ സത്യത്തിൽ BJPയുടെ വക്താവല്ലായിരുന്നു എന്ന് അരുൺകുമാർ ആദ്യം തിരിച്ചറിയണം. കാരണം എന്താ, BJPയുടെ പ്രതിനിധിയായിട്ട് സന്ദീപ് വാര്യർ വന്നതാണ് നമ്മളൊക്കെ കണ്ടിട്ടുള്ളത്. ഇനി അതൊക്കെ BJPയുടെ പ്രസ്താവന അല്ല എന്നുണ്ടെങ്കിൽ പിന്നെ നമുക്ക് ഒരു പ്രശ്നമില്ലല്ലോ. കാരണം എന്താ, സന്ദീപ് വാര്യർ നല്ലൊരു മനുഷ്യനല്ലേ, BJPക്കാരനല്ലല്ലോ. ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ സന്ദീപ് വാര്യർ RSSുമായിട്ടുള്ള ബന്ധം വിച്ഛേദിക്കാൻ തീരുമാനിച്ചു. അപ്പോൾ BJP ആയിട്ടുള്ള ബന്ധം വിച്ഛേദിച്ചു. പിന്നീട് പോകേണ്ടത് എങ്ങോട്ടാണ്? CPMൽ പോകാൻ പറ്റില്ല. കാരണം എന്താ, RSSന്റെ B ടീമാണ് CPM. അതുകൊണ്ട് കോൺഗ്രസിലേക്ക് വന്നു. അതിനകത്ത് കോൺഗ്രസ് ആണ് ഇന്നത്തെ BJP, ഇന്നത്തെ കോൺഗ്രസ് നാളത്തെ BJP ആണ് എന്ന് ഈ കേരളത്തിൽ, ഈ രാജ്യത്ത് പാർലമെന്റിലെ അംഗബലം ബാലൻ സിനിമ ഇറങ്ങിയിട്ട് കൊല്ലം കുറയായി. ആ മുദ്രാവാക്യം മാറ്റണം. ഇന്നത്തെ BJPക്കാരൊക്കെ കോൺഗ്രസ് ആയിട്ട് വന്നോണ്ടിരിക്കുക. ഇന്നത്തെ CPMകാര് നിങ്ങൾ ഉൾപ്പെടെ നാളെ കോൺഗ്രസിലേക്ക് വരണ്ടിയും വരും. സുകുമാർ അഴീക്കോട് പറഞ്ഞിട്ടുണ്ട്, ഒരു കോൺഗ്രസ്സുകാരനായിട്ട് മരിക്കണമെന്നായിരുന്നു എന്റെ ആഗ്രഹം. പക്ഷേ ഞാൻ മരിക്കുന്നതിന് മുമ്പ് ആ കോൺഗ്രസ് മരിച്ചുപോയി എന്ന സുകുമാർ അഴീക്കോടിന്റെ വാക്ക് മാത്രമേ ഇതിന് പറയാനുള്ളൂ. കോൺഗ്രസിന് ഈ നാടിന്റെ ജനാധിപത്യത്തോടും മതനിരപേക്ഷതയോടും ഒരു കടപ്പാടുമില്ല. പേരിൽ കോൺഗ്രസ് ഉണ്ട്, പക്ഷേ നിലപാടിൽ അത് കൃത്യമായി സംഘപരിവാറിന്റെ പിടിയിലായിട്ടുള്ള സംഘടനയാണ് എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. RSSന്റെ ശാഖയ്ക്ക് കാവൽ നിന്ന് അഭിമാനമായി പറയുന്നയാൾ KPCC പ്രസിഡന്റിന്റെ കസേരയിലിരിക്കുന്ന നാടാണ് കേരളം എന്നതിൽ കോൺഗ്രസുകാർ ലജ്ജിച്ചത്. അതിന് വിജയമാഷ് പറഞ്ഞ ഒരു കാര്യം മാത്രമാണ് മറുപടി. കാക്കക്കാലിന്റെ പോലും തണലില്ലാത്ത രക്തഗന്ധം വമിക്കുന്ന ശ്മശാന ഭൂമിയായി കമ്മ്യൂണിസ്റ്റ് പാർട്ടി മാറി എന്നുള്ളത് മാത്രമാണ് മറുപടി. ഞാൻ കഴിഞ്ഞ വീഡിയോകളിലൊക്കെ പറഞ്ഞിട്ടുണ്ട്, കോൺഗ്രസിന്റെ വക്താക്കളോട് സംസാരിച്ച് പിടിച്ചു നിൽക്കാൻ CPM ആണെങ്കിലും BJP ആണെങ്കിലും ആർക്കും പറ്റില്ല. നല്ല വ്യക്തമായ ധാരണയോടും വ്യക്തമായി ആ ഒരു വിഷയം ഉണ്ടെങ്കിൽ ആ വിഷയത്തെക്കുറിച്ച് പഠിച്ചിട്ടുമാണ് കോൺഗ്രസിന്റെ വക്താക്കൾ വന്ന് ചാനൽ ചർച്ചയിലാണെങ്കിലും ഇങ്ങനെയുള്ള ഡിബേറ്റുകളിലാണെങ്കിലും സംസാരിക്കുന്നത്. ഇവിടെ ഓരോ ചോദ്യത്തിനും ഉരുളക്കുപ്പേരി പോലെയുള്ള മറുപടിയാണ് അബിൻ വർക്കി കൊടുക്കുന്നത്. നമ്മൾ വികസന പ്രവർത്തനങ്ങൾ ഷാഫി പറമ്പിൽ തുരങ്കം വെച്ചു എന്നുള്ളതാണ് പറയുന്നത്. സർക്കാർ കൈവിട്ട് സഹായിച്ചിട്ടും പാലക്കാട്ടിൽ അത് കാണാത്തത് എന്തുകൊണ്ട്? അതായത് ഒരു ഭാഗത്തേക്കടെ വികസനം നടന്നില്ല എന്നും മറുഭാഗത്തേക്കടെ വികസനം നടന്നു എന്ന് പറയുന്നത് തന്നെ കോൺട്രാഡിക്ടറി ആണ്. കാരണം ഒരു ഭാഗത്ത് വികസനം നടന്നതിന്റെയൊക്കെ ക്രെഡിറ്റ് അതാത് സർക്കാരിനും വികസനം നടക്കാത്തതിന്റെയൊക്കെ ക്രെഡിറ്റ് MLAക്കും കൊടുക്കാൻ അത് നടക്കില്ല. അത് രണ്ടും കൂടെ വേണ്ട എന്നുള്ളതാണ് ആദ്യം പറയാനുള്ളത്. ഇനി രണ്ടാമത്തെ കാര്യം, ഇവിടെ 3 മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ CPMന്. NDSR ഒരു മെഡിക്കൽ കോളേജ് 2015 വരെ പാലക്കാട്ടുകാർ കണ്ടില്ലല്ലോ. ആ മെഡിക്കൽ കോളേജ് ഇവിടെ കൊണ്ടുവന്നത് ഉമ്മൻചാണ്ടിയും ഷാഫി പറമ്പിലും ചേർന്നാണ്. പട്ടികജാതി വികസന വകുപ്പിന്റെ എക്സ്ക്ലൂസീവായ മെഡിക്കൽ കോളേജ് പാലക്കാട്ട് ഷാഫി പറമ്പിൽ കൊണ്ടുവന്നു. ഈ KSRTC ഡിപ്പോ 8.099 കോടി MLAയുടെ ഫണ്ടിൽ നിന്നെടുത്താണ് നിർമ്മിച്ചത്. പിന്നെ സ്പോർട്സ് സിന്തറ്റിക് ടർഫ് കൊണ്ടുവന്നത് ആരാണ് സാർ? ഊറണിയിൽ സിന്തറ്റിക് ട്രാക്ക്
വഴക്ക് കൊണ്ടുവന്നത് ആരാണ് സാർ? കൽപ്പാത്തിയിൽ നിങ്ങളുടെ മുഖ്യമന്ത്രിമാരുണ്ടായിരുന്നല്ലോ, കൽപ്പാത്തിയിൽ അത്രയും കാലം ഇവരുടെ മുനിസിപ്പാലിറ്റിയും ഉണ്ടായിരുന്നല്ലോ, അത്രയും കാലം മുകളിലൂടെ പോയി ഇലക്ട്രിക് ലൈൻ ഉണ്ടായിരുന്നപ്പോ കൽപ്പാത്തി രഥോത്സവത്തിന് ഒരാഴ്ചക്കാലം ആ KSEB ഓഫ് ചെയ്യേണ്ടി വന്നു, ആ ഇലക്ട്രിസിറ്റി ഓഫ് ചെയ്യേണ്ടി വന്നു. എപ്പോഴാണ് സാർ ആ ഇലക്ട്രിസിറ്റി ബോർഡിന് അത് ഓഫ് ചെയ്യേണ്ടാത്ത അവസ്ഥ വന്നത്? ഷാഫി പറമ്പിൽ അണ്ടർഗ്രൗണ്ട് കേബിൾ വഴി അവിടെ ഇലക്ട്രിസിറ്റി കൊടുത്തതിന് ശേഷമാണ്. ഇങ്ങനെ എത്ര പദ്ധതികൾ? 3 പഞ്ചായത്തുണ്ടല്ലോ ഈ പാലക്കാട്, ഈ 3 പഞ്ചായത്തിന് ഓഫീസ് ഉണ്ടാക്കിയിട്ടുണ്ട്. ആ ഓഫീസ് ആരുടെ ഫണ്ടിൽ നിന്നാണ് സാർ? ഷാഫി പറമ്പിലിന്റെ ഫണ്ടിൽ നിന്നാണ്. ഇങ്ങനെ റോഡുകൾ, ഇവിടുത്തെ പബ്ലിക് സ്ഥാപനങ്ങൾ ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന വികസനം കാണാൻ ഈ പാലക്കാട് നിയോജക മണ്ഡലത്തിന് ചുറ്റും ഒരൊറ്റ കറക്കം കറങ്ങിയാൽ മതി എന്നുള്ളത് മാത്രമേ പറയാം. ഇതുപോലെ വ്യക്തമായിട്ട് ഷാഫി പറമ്പിൽ കൊണ്ടുവന്ന വികസന പ്രവർത്തനം പറയാൻ, അതും ചുരുക്കി ഇത്രയും വാക്കുകൾ ഇത്രയും വാക്ചാതുര്യത്തോടെ പറയാൻ അബിൻ വർക്കി അല്ലാതെ വേറെ ആർക്കും പറ്റില്ല. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അബിൻ വർക്കി, ചാമക്കാല, M ലിജു, BRM ഷഫീർ, ഇങ്ങനെയുള്ള പ്രമുഖരായ ചാനൽ ചർച്ചയിൽ വന്നിരിക്കുന്ന നേതാക്കൾ അവരുടെ മുന്നിൽ മുട്ടണമെങ്കിൽ വ്യക്തമായ ഒരു ക്ലാസ് എടുത്ത് പഠിപ്പിച്ചിട്ട് വേണം മറ്റുള്ള പാർട്ടിക്കാർ ഇവരോട് ചർച്ചയ്ക്ക് വിടാനെന്നാണ് എനിക്ക് ഈ ചർച്ച കാണുമ്പോൾ മനസ്സിലാവുന്നത്. നിങ്ങൾക്കും അത് തന്നെ തോന്നും. ഇതുപോലെ എണ്ണി പറയാൻ ഓരോ കാര്യങ്ങളും ചുരുക്കിയുള്ള വാക്കുകളിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കാൻ പറ്റുന്നത്, അതാണ് അബിൻ വർക്കിയുടെ വിജയം. അബിൻ വർക്കി അത് കൃത്യമായി ആ ഒരു ജോലി കൃത്യമായി നിർവഹിച്ചു എന്നുള്ളതാണ്. പലരും ചോദിക്കാറുണ്ട് ഷാഫി പറമ്പിൽ ഇവിടെ എന്ത് വികസനം കൊണ്ടുവന്നു? ഇലക്ഷൻ പ്രഖ്യാപിച്ചത് മുതലുള്ള ചോദ്യങ്ങളാണ് ഷാഫി പറമ്പിൽ അവിടെ ഒന്നും കൊണ്ടുവന്നില്ല എന്നുള്ളത്. അതിനുള്ള ഉത്തരം കൃത്യമായിട്ട് കൊടുക്കാൻ അബിൻ വർക്കിക്ക് കഴിഞ്ഞു. ചിലപ്പോ സൗജന്യമായിട്ട് നടത്താൻ പറ്റും, പക്ഷേ ഇത് ഒരാളുടെ ശവം ഒരു സ്ഥലത്തല്ല, കൈയൊരിടത്ത്, കാലൊരിടത്ത്, ഉടലൊരിടത്ത്, 4ഉം 5ഉം സ്ഥലത്ത് കിടക്കുന്ന ശവശരീര ഭാഗങ്ങൾ ആരുടേതാണ് എന്ന് തിരിച്ചറിയാൻ പരിശോധന ഒരു ശവശരീരത്തിന് മാന്യതയൊക്കെ വേണ്ട അരുണേ. ഒരു കുഴി കുഴിക്കുന്നതിന് 1.5 ലക്ഷം രൂപ കുഴി കുഴിക്കാന്നൊക്കെ പറഞ്ഞാൽ ആരോട് പറയാനാണ്? കുഴി കുഴിച്ച് മൃതദേഹം അടക്കം ചെയ്തതിന് 1.5 ലക്ഷം രൂപ. ഞങ്ങളല്ല ട്രോളിയിലോട്ട് പറഞ്ഞല്ലോ. ആ ട്രോളി കണ്ടുപിടിക്കാൻ വന്നവർ ആരായിരുന്നു അരുണെ? അരുൺ കണ്ടതല്ലേ? ഒരു വശത്ത് AA റഹീം, മറുവശത്ത് VV രാജേഷ്, ഒരു വശത്ത് വസീം, മറുവശത്ത് വരുന്നു. ഷാഫി പറമ്പിൽ ഒറ്റ ചോദ്യം ശരി, നമുക്ക് പയ്യെ ചെല്ലാൻ പാടില്ല. CPM ഒരു പരാതി അതുമായി ബന്ധപ്പെട്ട് കൊടുത്തിട്ടുണ്ട്. എന്തുകൊണ്ടൊരു FIR ഇതുവരെ ഇട്ടിട്ടില്ല? CPM ആണോ FIR ഇടേണ്ടത്? അപ്പൊ പോലീസ് അങ്ങനെ ഒരു കേസില്ല, അവരന്വേഷിച്ച് കണ്ടുപിടിച്ചില്ല. ഇതല്ലേ സത്യം? അപ്പൊ ഇല്ല, ട്രോളിയില്ല, വിഷയം തീർന്നു. അത് വെറുതെ പറഞ്ഞായിരുന്നു, വിഷയം തീർന്നു. നമ്മൾ നേരത്തെ ചെയ്ത വീഡിയോകളിൽ പറഞ്ഞിട്ടുണ്ട്, ആ ട്രോളി വിഷയത്തില് CPM കേസ് കൊടുത്തിരുന്നു. CPMന്റെ സംസ്ഥാന നേതാക്കളൊക്കെ പോയിട്ട് പോലീസ് സ്റ്റേഷനിൽ പരാതിയൊക്കെ എഴുതി കൊടുത്തു. എന്നിട്ടും ഈ അന്വേഷണം എവിടെ ആയെന്ന് അന്നും നമ്മൾ പറഞ്ഞിരുന്നു. ഈ അന്വേഷണം എങ്ങും നിൽക്കാൻ പോകുന്നില്ല. എന്താ വെച്ചാൽ തെളിവില്ലല്ലോ. അവരുടെ മുഖം രക്ഷിക്കാൻ വേണ്ടിയിട്ട് CPMന് അന്ന് പറ്റിയ ഒരു അബദ്ധം, ഈ പറഞ്ഞ റഹീമിനും MP രാജേഷിനും ഒക്കെ പറ്റിയ ഒരു അബദ്ധം, ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാൻ വേണ്ടിയിട്ട് അവിടെ കേസ് കൊടുക്കുന്നത് പോലെയൊക്കെ ഒന്ന് കാണിച്ചു എന്നുള്ളതല്ലാതെ ഇതുവരെയും ആ കേസിന്റെ FIR രജിസ്റ്റർ ചെയ്യാൻ പോലും പോലീസ് തയ്യാറായിട്ടില്ല. എന്ന് വെച്ചാൽ പോലീസുകാർക്കറിയാം അവർക്ക് കിട്ടിയ ഫോൺ കോള് അല്ലെങ്കിൽ അവരറിഞ്ഞത് ഒരു ഫേക്ക് ആയിരുന്നു എന്നുള്ളത്. കേസ് രജിസ്റ്റർ ചെയ്തിട്ടില്ലെങ്കിൽ പിന്നെ അങ്ങനെ സംഭവം ഇല്ല. അതാണല്ലോ അതിന്റെ സത്യവും. അല്ല, അത് സാങ്കേതിക വിഷയമാണ്. അവരെ കുറിക്കാൻ ചോദിച്ചതാണ്. പ്രതിയല്ല, സാക്ഷിയാണ് വിളിച്ചത്. ധർമ്മരാജ് ധർമ്മരാജനെ അയ്യോ, അതാണ് ഇവിടുത്തെ പ്രശ്നം. അതാണ് അഭിനെ കുറിക്കാൻ ചോദിച്ചതാ. അത് ഞാൻ പറഞ്ഞുതരാം. പണം കൊണ്ടുവന്നാണ് വിളിച്ചത്. ഞാൻ പറഞ്ഞുതരാം. അട്ടക്കൊണ്ട് വേണമല്ല, പണം കുഴൽ ഇവിടെ നിന്ന് വരുന്നവരെ ധർമ്മരാജൻ ഓഫർ ചെയ്ത പണം 25 കോടി രൂപ സെബാസ്റ്റ്യൻ പോളിന് കോൺഗ്രസ് വാഗ്ദാനം ചെയ്തു. നിങ്ങൾക്ക് പറയാൻ പറ്റുമോ? എത്ര ഒരുമയുള്ള അളിയന്മാരാണെന്ന് നോക്കി എല്ലാ ചോദ്യം നമ്മളോട് തന്നെ പറയുന്നു. നിങ്ങൾ രണ്ടുപേരും വോട്ട് വേണ്ട. ഒരു വർഗീയവാദിയുടെ ഒരു തീവ്രവാദിയുടെ വോട്ട് ഞങ്ങൾക്ക് വേണ്ട. ഒരു വർഗീയവാദിയുടെ വോട്ട് വെല്ലുവിളിച്ചില്ലേ?
ചുരുക്കത്തിൽ അവിടെ അബിൻ വർക്കി പ്രതിരോധിച്ചുകൊണ്ടിരുന്നത് BJP-യെയും CPM-നെയുമാണ്. എന്നുവെച്ചാൽ ഇവർ രണ്ടുപേരും ഒന്നിച്ച് ചേർന്നുകൊണ്ട് വരെ അബിനോട് ചോദ്യം ചോദിക്കുന്നുണ്ടായിരുന്നു. അവസാനം അബിൻ അതിനകത്തൊരു കാര്യം പറയുന്നുണ്ടായിരുന്നു, നിങ്ങൾക്ക് രണ്ടുപേർക്കും ഉഴത്തുനിന്നാണ് ക്യാപ്സ്യൂൾ കിട്ടുന്നത്, അതുകൊണ്ടാണല്ലോ നിങ്ങൾ ഒരേ ചോദ്യങ്ങൾ ചോദിക്കുന്നത്, നിങ്ങൾ രണ്ടുപേരും എന്നോട് മാത്രം ചോദിക്കുന്നത് എന്ന് പറഞ്ഞിരുന്നു. പോലീസ് റിപ്പോർട്ട് അനുസരിച്ച് കുഴൽപ്പണ കേസില് സാക്ഷിയായ ധർമ്മരാജൻ ആദ്യമേ വിളിക്കുന്നത് K. സുരേന്ദ്രനെയാണെന്ന് അതിൽ തുടർന്നുള്ള ചർച്ചയാണ് ഇപ്പോൾ നമ്മൾ കേട്ടത്. ഇവർ രണ്ടുപേരും കൂടെ ചേർന്ന് ആ കുഴൽപ്പണ കേസ് വന്നപ്പോഴത്തേക്ക് CPM-ഉം BJP-യും കൂടെ അങ്ങ് ഒന്നിച്ചു. അബിൻ വർക്കിയോടായ ചോദ്യം, അതിനാണ് അബിൻ വർക്കി ചിരിച്ചുകൊണ്ടാണെങ്കിലും കൃത്യമായിട്ട് പറഞ്ഞത്, നിങ്ങൾ രണ്ടുപേരും കൂടെ എന്റെ അടുത്താണല്ലോ ചോദിക്കുന്നത്. ആ ഒരു അന്തർധാരയാണ് തുറന്നു കാട്ടിയത്. അബിൻ വർക്കിയുടെ സ്വതസിദ്ധമായ ശൈലിയിൽ തന്നെ അബിൻ വർക്കി അതിനുള്ള മറുപടികളെല്ലാം കൊടുക്കുന്നുണ്ട്. എന്തായാലും മറ്റൊരു വീഡിയോയുമായിട്ട് നമുക്ക് കാണാം.